നമസ്കാരം. കൃത്യസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ടിപ്സാണ് കേട്ടോ. കുക്കിങ്ങിൽ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത രണ്ടാൾക്കാരാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും. എന്നാലോ നന്നാക്കാൻ ആർക്കും തന്നെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എത്ര ക്വാണ്ടിറ്റി ആയിക്കോട്ടെ വളരെ എളുപ്പത്തിൽ കത്തി പോലും ഇല്ലാതെ അനായാസേന എങ്ങനെയാണ് നന്നാക്കിയെടുക്കുക എന്നുള്ളത്. നമുക്ക് പോവാം വീഡിയോയിലേക്ക്. ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ഉള്ളം കൈ വെച്ചിട്ട് ഇതുപോലെ അമർത്തി കൊടുക്കുക. കുറച്ച് ബലം പ്രയോഗിച്ച് തന്നെ നമ്മളൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് അല്ലികളൊക്കെ വേർപെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കത്തി ഉപയോഗിച്ച് എങ്ങനെയാണ് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതെന്നാണ് ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതുപോലെ ഒരു വെളുത്തുള്ളി അല്ലി എടുക്കുക. അതിൻ്റെ പുറം ഭാഗത്ത്, അതായത് ആ കട്ടിയുള്ള ഭാഗത്ത് കത്തി കൊണ്ട് ഒരു മുറിവുണ്ടാക്കി കൊടുക്കുക. ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തോല് പൊളിച്ചെടുക്കാൻ പറ്റും. അടുത്ത രീതി നോക്കാം. ഒരു വെളുത്തുള്ളി അല്ലി ഇതുപോലെ എടുത്ത് അതിൻ്റെ ഘടഭാഗം ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഭാഗത്തുള്ള ഉള്ളിയുടെ തൊലി ഒന്ന് പീലായി വരുന്നത് കാണാം. പിന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് പൊളിച്ചെടുക്കാവുന്നതാണ്. അടുത്ത രീതി, ലെമൺ സ്ക്യൂസർ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് വെളുത്തുള്ളി അല്ലികൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് വെളുത്തുള്ളി തോല് കളഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ലെമൺ സ്ക്യൂസർ അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. അടുത്ത രീതി എന്ന് പറയുന്നത് അതിലും എളുപ്പമാണ്. കുറച്ച് വെളുത്തുള്ളി അല്ലി ഇതുപോലെ എടുത്തു വയ്ക്കുക. അതിന് മീതേക്ക് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മരത്തിൻ്റെ തവി എടുത്തു വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അതും നമുക്ക് പെട്ടെന്ന് തന്നെ വെളുത്തുള്ളി തോല് പൊളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അടുത്ത രീതി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് വെളുത്തുള്ളി അല്ലികൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒരു 3-4 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് തണുക്കാൻ വയ്ക്കുക. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ തോല് പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് നോക്കാം ഇഞ്ചി എങ്ങനെയാണ് കത്തിപ്പോലുമില്ലാതെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന്. അതിനായിട്ടൊരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. കത്തിക്ക് പകരം ഞാനിവിടെ ഉപയോഗിക്കുന്നത് സ്പൂണാണ്. വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഇങ്ങനെ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് സമയം ഇഞ്ചി ഒന്ന് വെള്ളത്തിൽ മുക്കി വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തോല് ഇളക്കി കളയാനായിട്ട് സാധിക്കും. അപ്പോൾ കണ്ടല്ലോ, ഇഞ്ചിയും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വൃത്തിയാക്കിയെടുക്കാൻ പറ്റി. ഇഞ്ചി നന്നാക്കിയെടുക്കാനുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് കാണാം. ഇഞ്ചി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഈ കഷ്ണങ്ങളെല്ലാം തന്നെ മാറ്റി കൊടുക്കുകയാണ്. ഇത് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം.
10 മിനിറ്റിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി എടുത്ത് ഇതുപോലെ വിരലുകൾ കൊണ്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുത്തു കഴിഞ്ഞാൽ ഇഞ്ചി നല്ലവണ്ണം തന്നെ നമുക്ക് ക്ലീനായി കിട്ടും. അപ്പോൾ എൻ്റെ മോൾക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അടുക്കളയിലെ പണികളൊക്കെ വലിയ ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഇന്ന് പുള്ളിക്കാരിക്ക് ക്ലാസ് ഇല്ല, അതുകൊണ്ട് എൻ്റെ കൂടെ കൂടിയേക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നൊരു ജോലിയാണ് കേട്ടോ ഇഞ്ചി നന്നാക്കിയെടുക്കലും വെളുത്തുള്ളി നന്നാക്കിയെടുക്കലും ഒക്കെ. എൻ്റെ മോൾ എനിക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് തരാറുണ്ട്. കത്തിയൊന്നും ഉപയോഗിക്കാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നത് കൊണ്ട് കുട്ടികൾ ചെയ്താലും നമുക്ക് പ്രശ്നമില്ല, കാരണം അവർക്ക് അപകടമൊന്നും വരില്ല. അപ്പോൾ വളരെ ഈസി അല്ലേ ഇത്. നന്നാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വളരെ എളുപ്പത്തിൽ നന്നാക്കിയെടുക്കാനുള്ള ഈ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടപ്പുറത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടിക്കൊണ്ടിരിക്കും. വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.